കാശിക്കുട്ടാ. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി നമ്മൾ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ഒരു വീടിൻ്റെ പാലുകാച്ചലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് അതിൻ്റെ ഫുൾ വീഡിയോ, എല്ലാവരും അല്ല കേട്ടോ, ചിലർ ഫുൾ വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതെടുത്തേക്കാണ്. അപ്പോൾ കാശിൻ്റെ അടുത്ത് ട്രൈപ്പോഡ് പിടിക്കാൻ കൊടുത്തേ. അപ്പോൾ കാശിക്ക് കൈവേദനയാണ്, കാരണം അവന് വാക്സിൻ എടുത്തതിൻ്റെ ഒരു വേദന ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അവനത് പിടിക്കാൻ പറ്റില്ല അത്ര. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതാ പോവുകയാണ് ഗീതേച്ചിൻ്റെ വീട്ടിൽ. ഗീതേച്ചി എന്ന് പറയുന്നത് സനുവേട്ടൻ്റെ മൂത്തമ്മൻ്റെ മോളാണ്. അപ്പോൾ ഇന്ന് അവിടുത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലോങ് വീഡിയോ മൊത്തമായിട്ട് കാണുക, എന്നാൽ മാത്രമേ നമുക്ക് ആ വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അത് ആ പുറകിൽ നമ്മുടെ അച്ചുക്കുട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അനിയനും കൂടി ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കിവിടെ ഷോട്ട് ഉണ്ട് കേട്ടോ, ഇതിലെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബസ്സൊന്നും പിടിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല, വണ്ടി പിടിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഷോട്ട് പോവാം കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എന്താ പറയുക, ഒരു ഷോട്ട് ഉണ്ടെന്ന്. അപ്പോൾ ആ ഷോട്ട് കൂടെ പോകാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ പോകുന്ന വഴി ഭയങ്കര ഷോർട്ട് വഴിയാണ് കേട്ടോ. ചെറിയൊരു തോടൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശേരിയാണ്. വീഡിയോ ഇട്ട സമയത്ത് ആരും എൻ്റെ അടുത്ത് ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചുറ്റുമൊക്കെ ഇതാ സ്റ്റോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഓപ്പോസിറ്റ് റോഡാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് അപ്പുറം കാണുന്നതൊക്കെ വയലും ഡാമും ഒക്കെ ആയിട്ടാണ്. ഈ ഒരു ഫ്രണ്ട് ഡോർ സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. അപ്പോൾ സോഫ ഒരു എൽ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇവിടെ കൊടുത്തത്. അപ്പം എന്തായാലും ഈ ഒരു സോഫയുടെ കളർ കൊള്ളാം അല്ലേ? അപ്പം അതിന് മാച്ചിങ് ആയിട്ടാണ് ഇവിടെ ഒരു പാനലിങ് ചെയ്തിട്ടുള്ളത്. ഇത് മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു LED സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക, സ്പേസ് ഓരോ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു പാനലിങ്. പിന്നെ ഇവിടെ ഒരു സെപ്പറേഷൻ ആണ് കേട്ടോ ഉള്ളത്. ഇതും മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ മൾട്ടിവുഡ് എന്താ പറയുക, കോമൺ ആയിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ എന്താ പറയുക, കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലും കൂടിയാണ് ഈ ഒരു മൾട്ടിവുഡ്. അപ്പോൾ സെപ്പറേഷൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ഇടയിലുള്ള ഒരു സെപ്പറേഷനാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലോറിൽ ഇട്ടിട്ടുള്ളത് എന്താ പറയുക, ഗ്രാനൈറ്റ് ആണ്. അപ്പോൾ ഒരു വെറൈറ്റി ഗ്രാനൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോമൺ ആയിട്ട് കണ്ടുവരുന്ന കളറല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറിലാണ് കേട്ടോ ഒരു പിന്നെ എന്താ പറയുക ഈ ഒരു ഫ്ലോർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രാനൈറ്റിൻ്റെ പേര് ഹിമാലയൻ ബ്ലൂ എന്നാണ് കേട്ടോ. അപ്പം ഈ വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തന്നു മാത്രം. പിന്നെ ഇവിടെ ഒരു വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് അടിപൊളിയാണ്. ഇതെനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഇവിടെ മൾട്ടിവുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്പേസ് നമുക്ക് എന്താ പറയാ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെട്ടം ഉള്ളൊരു എന്താ പറയാ ഏരിയ ആണ്. ഇപ്പം വെളിച്ചത്തിന് എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സംഭവം ഇവിടെ ഉള്ളത് കൊണ്ട്. ഇതുപോലത്തെ വലിയ ജനലുകളാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നിൽക്കുന്നത്. ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. വേറെ ഓപ്ഷൻ ഉണ്ട്, ഇത് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, ആക്ച്വലി എൻ്റെ അടുത്ത് ഈ ഹോം ടൂർ ചോദിച്ചത് കൂടുതലും പിന്നെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിവ്യൂ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നോർമൽ ബ്ലോഗായിട്ടാണ് എടുക്കുള്ളൂ. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ ഒരു ഹോം ടൂർ കാണുന്ന ആൾക്കാർ എല്ലാവരും എന്താ പറയുക, നമ്മുടെ വീട് വെക്കാൻ താല്പര്യപ്പെടുന്നവരും അല്ലെങ്കിൽ വീട് വെക്കാൻ പ്ലാൻ ഉള്ളവരൊക്കെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഇതാണ് ഡൈനിങ് ഏരിയയിലെ കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. പിന്നെ ഇവിടുത്തെ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ്. പിന്നെ ഏത് കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് അതിൽ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഹുഡ് ആൻഡ് ഹോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പർപ്പസ് എന്താണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. കാരണം മീനൊക്കെ വറുക്കുന്ന സമയത്ത് അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലുള്ള പർപ്പസ് ശരിക്കും. അപ്പം ഞാൻ അറിയാത്തവർക്ക് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും അറിയാത്തവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എൻ്റെ ബ്ലോഗ് കാണുന്നവര്.
കട്ട്ലറീസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കത്തി എടുക്കുന്നു, അരിയുന്നു, നമുക്ക് അത് അവിടെ തന്നെ വെക്കാനുള്ള സ്പേസ് ആണ്. പിന്നെ ഓരോ ഷെൽഫ് ഇവിടെ ഓരോ പർപ്പസ് ആണ്. ഗ്ലാസ് ഐറ്റംസ് ഒക്കെ വെക്കാനും പിന്നെ അതുപോലെ നമുക്ക് വൃത്തിയിൽ നമ്മുടെ പ്ലേറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസും കൂടെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇന്നതുപോലെ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നനഞ്ഞ പ്ലേറ്റുകളൊക്കെ വെക്കാനും ഗ്ലാസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് നനഞ്ഞ പ്ലേറ്റ് ഒക്കെ വെക്കുന്ന സമയത്ത് എന്തായാലും ഓട്ടോമാറ്റിക്കലി വെള്ളം വീഴുമല്ലോ. അപ്പൊ അത് എടുത്ത് മാറ്റിയിട്ട് നമുക്കത് കളയാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി ഷെൽഫും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ വീടിന്റെ സെക്കൻഡ് കിച്ചൺ ആണ് കേട്ടോ ഇത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കിച്ചണും കൂടിയാണിത്. കാരണം അതിന് വേറെ കുറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെയും മൾട്ടിവുഡിൽ കുറെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു സ്റ്റോർ റൂമും കൂടി ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോർ റൂമും കൂടിയാണിത്. പിന്നെ ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് ഈ കാണുന്ന സ്പേസ്. കാരണം വേറെ ഒന്നല്ല, ഇവിടെ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാം. അറ്റ് എ ടൈം നമുക്ക് മിക്സിയും കൂടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് രണ്ട് യൂസ് കഴിഞ്ഞിട്ട് ഈ ഒരു ഷെൽഫിലേക്ക് എടുത്തു വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഈ വീടിന്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ ഞാനിപ്പോ കാണിക്കുന്നത്. ബാക്ക് സൈഡിൽ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ വാഷ് ഏരിയയുടെ സ്പേസ് വരുന്നത്. അതായത് നമ്മുടെ സ്റ്റെയർ കേസിന്റെ അടിയിൽ തന്നെയാണ് വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയയും പിന്നെ അതേപോലെ ഡൈനിങ് ഏരിയയും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതും കൊണ്ട് കുറച്ച് പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും അങ്ങനൊരു സ്പേസും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ബെഡ്റൂം കാണാം. 2 ബെഡ്റൂമാണ് താഴത്തെ ഫ്ലോറിലുള്ളത്. അപ്പൊ ഒന്ന് ഇതാണ് കേട്ടോ, മാസ്റ്റർ ബെഡ്റൂം ആണ്. ഈ കോട്ട് മൾട്ടിവുഡിൽ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ. അവരെ കസ്റ്റമൈസ് ചെയ്തതാണ് ഈ ഒരു വാർഡ്രോബും ഒക്കെ. അത്യാവശ്യം നല്ല സ്പേസിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു ബാത്റൂമിന്റെ കളർ കോമ്പിനേഷൻ എന്തായാലും അടിപൊളിയാണേ. ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. ഇവിടെയുള്ള ഈ കോട്ടും കസ്റ്റമൈസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെയും ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതും കസ്റ്റമൈസ്ഡ് ആണ്. രണ്ട് ബെഡ്റൂമിലും ഓരോ ബാത്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് ആണ് 2 ബെഡ്റൂമിലും ബാത്റൂം ഉള്ളത്. ഇനി നമുക്ക് മേലേക്ക് പോവാം. സ്റ്റെയറിൽ കൊടുത്തിട്ടുള്ള ഈ ഹാൻഡ് റെയില് എന്താ പറയാ, തടിയും കൊണ്ട് ചെയ്തതാണ് കേട്ടോ. ഇവിടെ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പോഴും അത്യാവശ്യം സ്പേസിലുള്ള ഒരു ഹാൾ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ അതുകൊണ്ട് എന്താ, നമുക്ക് ഇവിടെയും ഒരു TV കാണാനുള്ള ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ചെയറും പിന്നെ അതേപോലെ TVയുടെ ഒരു സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെയാണ് കേട്ടോ അതും ചെയ്യിപ്പിച്ചിട്ടുള്ളത്. താഴത്തെ അതേ പാറ്റേണിലാണ് ഇവിടെ 2 ബെഡ്റൂം വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം.
ഈ ഒരു ബെഡ്റൂമിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മേലെ സീലിംഗ് വരുന്നത് ഒരു കൂര ഷേപ്പിലാണ് സീലിംഗ് വന്നിട്ടുള്ളത്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ് ബാത്റൂം. ഞാൻ കാണിച്ച ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. ഇതൊരു ഗസ്റ്റ് റൂം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഗസ്റ്റ് റൂം ആയതുകൊണ്ട് ഇതിൽ വാൾഡ്രോപ്പും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഓരോ ബാത്റൂമും ഓരോ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വെറൈറ്റി വാൾ ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ബാൽക്കണി അടിപൊളിയാണ്. കാരണം നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഇവരുടെ ബാൽക്കണി ഉള്ളത്. ഇവിടെ നല്ല ഭംഗിയിൽ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന വ്യൂ അടിപൊളിയാണ്. വയലും അതുപോലെ മലയൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഓപ്പൺ ടെറസ് ആണ്. ഈ ഒരു സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് വുഡിലല്ല, ഫയർ പൈപ്പിൽ ചെയ്തിട്ട് അതിനുശേഷം വുഡിന്റെ പെയിന്റ് കൊടുത്തതാണ് കേട്ടോ. നല്ല അടിപൊളി സ്പോട്ടാണ്. ഹൗസ് വാമിങ്ങിന് വന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ ഒരു ഓപ്പൺ ടെറസ്. ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി സ്പോട്ടാണ്. വ്യൂ കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെയാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അത്ര അടിപൊളിയാണെന്ന് ഞാൻ പറയാൻ കാരണം. ആണ് ഈ വീടിന്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളി ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.